നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളെ ഒന്ന് നോക്കി വരാം. ഫസ്റ്റ് വൺ പന്ന്യൻ രവീന്ദ്രൻ. നാട്ടാരോടും പത്രക്കാരോടുമെല്ലാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തീർത്തും പേർത്തും പറഞ്ഞിട്ടും പാർട്ടി പറഞ്ഞപ്പോ മുണ്ടൊന്ന് മാടിക്കുത്തി മുടിയൊന്ന് തലോടി കാൽപന്ത് കളിക്കുന്ന അതേ ലാഘവത്തോടെ തിരഞ്ഞെടുപ്പിന്റെ മൈതാനത്തേക്ക് ഇറങ്ങിയ സിമ്പിൾ ആൻഡ് ഹംബിൾ മനുഷ്യനാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. തികഞ്ഞ ഫുട്ബോൾ പ്രേമി, തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം രവിയേട്ടൻ. സ്ഥാനമാനങ്ങളെക്കാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനാണ് സഖാവ് എപ്പോഴും ഊന്നൽ നൽകുന്നത്. 2005 പന്ന്യന്റെ കന്നി അംഗം. തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന PK വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് 2005 നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശപ്രകാരം പന്ന്യൻ മത്സരിച്ചു. കോൺഗ്രസിന്റെ VS ശിവകുമാറിനെ 74,200 വോട്ടിന് പരാജയപ്പെടുത്തി 14ാം ലോക്സഭയിലേക്ക് പന്ന്യൻ വലതുകാൽ വെച്ചു കയറി. പിന്നീട് 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും സിറ്റിംഗ് MLAയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ VD സതീഷിനോട് തോൽവി അറിഞ്ഞു. പിന്നീട് 13 വർഷത്തിനിപ്പുറമാണ് പന്ന്യൻ സ്ഥാനാർത്ഥി കുപ്പായം അണിയുന്നത്. CPIയുടെ എല്ലാമായ സഖാവ്. 2012 മുതൽ 2015 വരെ പാർട്ടി ജനറൽ സെക്രട്ടറി, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം, സമുന്നതനായ സാംസ്കാരിക നേതാവ് എന്നീ നിലകളിലൊക്കെ വിഖ്യാതൻ. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രീക്ക് പിള്ളേരൊക്കെ ജനിക്കും മുമ്പേ മുടി നീട്ടി വളർത്തി ശ്രദ്ധേയനാണ് പന്ന്യൻ. നീണ്ടു വളർന്ന മുടി അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാർ വെട്ടാൻ ശ്രമിച്ചതോടെ സഖാവിന് വാശി കയറി. അന്ന് മുതൽ ഇന്ന് വരെ മുടിയിൽ കത്രിക തൊട്ടിട്ടില്ല. മുടി വളർത്തിയ പന്ന്യൻ രാഷ്ട്രീയക്കാർക്കിടയിൽ എന്നും വ്യത്യസ്തനാണ്. 44 വർഷത്തിന് ശേഷം ആദ്യമായി 2020 ക്യാൻസർ രോഗികൾക്കായി മുടിയൊന്ന് മുറിച്ചിരുന്നു. അപ്പം മുടിക്ക് വാശിയായി. പഴയതിലും ഇരട്ടിയായി വളർന്ന് കഴുത്തിന് താഴേക്ക് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കൂടിയാണ് പന്ന്യൻ. പലവട്ടം പാർട്ടി ആവശ്യപ്പെട്ടിട്ടും മന്ത്രി പദവി മാത്രം അദ്ദേഹം സ്വീകരിച്ചില്ല. രാഷ്ട്രീയത്തിന് പുറമെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായതാണ് പന്ന്യനെ സാധാരണക്കാരോട് ചേർത്ത് നിർത്തുന്നത്. തിരുവനന്തപുരത്തെ ചായക്കടയിൽ നിന്നൊക്കെ ചായ കുടിക്കുന്ന, വഴിയോരത്ത് നിന്ന് മീനും പച്ചക്കറിയും വിൽക്കുന്നവരോടും വാങ്ങുന്നവരോടുമൊക്കെ കുശലം പറയുന്ന, നമ്മളിൽ ഒരാൾ എന്ന ഫീൽ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. എതിരാളിയായ ശശി തരൂരിനെ പോലെ വിശ്വപൗരന്റെ ഗ്ലാമറില്ല, ഇംഗ്ലീഷിന്റെ അതിപ്രസരമില്ല. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ പോലെ കോടീശ്വരനോ ചാനൽ മുതലാളിയോ കേന്ദ്രമന്ത്രിയോ അല്ല. എങ്കിലും തന്നെ സ്നേഹിക്കുന്നവരിലും പാർട്ടിയിലുമൊക്കെ വിശ്വാസമർപ്പിച്ച് പന്ന്യൻ ഇറങ്ങുമ്പോൾ ഹൃദയത്തിൽ ചോപ്പുള്ളവരെല്ലാം പിന്തുണയ്ക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഡോക്ടർ ശശി തരൂർ. 15 കൊല്ലം മുമ്പ് സഖാവ് പന്ന്യൻ രവീന്ദ്രന്റെ കയ്യിലിരുന്ന മണ്ഡലം 99,998 വോട്ടുകൾക്ക് ഈസിയായി പിടിച്ചെടുത്താണ് വിശ്വപൗരനായ ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം MP ആവുന്നത്. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ മത്സരം അല്പം കടുപ്പമാണ്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ വിജയം സ്വന്തമാക്കുമെന്നുറപ്പിച്ച സമയത്ത് തരൂരിനെ തുളച്ചത് തീരദേശ ബെൽറ്റാണ്, അവിടുത്തെ ന്യൂനപക്ഷ വോട്ടാണ്. ഇക്കുറി പക്ഷേ വിഴിഞ്ഞം എയർപോർട്ടിനെതിരായ സമര സമയത്ത് തരൂർ സ്വീകരിച്ച നിലപാട് തീരദേശവാസികളിൽ ചിലർ തരൂർ അദാനിക്കൊപ്പമാണെന്നൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ലത്തീൻ കൂട്ടായ്മ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടെ ശശി തരൂരിന്റെ നില കുറച്ച് പരുങ്ങലിലാവുകയാണ്. കഴിഞ്ഞ തവണ രക്ഷയ്ക്കെത്തിയ തീരദേശ മേഖല കൈവിട്ടാൽ തരൂരിന് മണ്ഡലം നിലനിർത്താനാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. കോൺഗ്രസിന്റെ സ്ട്രോങ് ബെൽറ്റിലെ ഭിന്നിപ്പ് എതിരാളികൾക്ക് ഗുണം ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അനുനയ ശ്രമങ്ങൾ ബലിച്ചില്ലെങ്കിൽ തരൂർ വെള്ളം കുടിച്ചേക്കുമെന്നും പറയപ്പെടുന്നു. എന്നാൽ LDFന്റെ കയ്യിലിരുന്ന മണ്ഡലം പിടിച്ചെടുത്ത് കഴിഞ്ഞ 15 വർഷമായി അത് നിലനിർത്തുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടെങ്കിലും വിജയം തനിക്കൊപ്പമാണെന്ന ആത്മവിശ്വാസവും തരൂരിനുണ്ട്. തിരുവനന്തപുരം മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 4 തവണ ജയിക്കുന്നയാളെന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ തരൂർ കോട്ടും സൂട്ടും ഒക്കെ അഴിച്ചുവെച്ച് നീളൻ കുർത്തയും ത്രിവർണ ഷാളും അണിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു. കേന്ദ്രമന്ത്രി, നയതന്ത്ര പ്രതിനിധി, ലോക്സഭാ MP, എഴുത്തുകാരൻ തുടങ്ങി തരൂരിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ നിർത്താനാവില്ല. തനി രാവണൻ. ബുദ്ധിയുടെ കാര്യത്തിൽ 10 തലയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി സംബന്ധിച്ച പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും കേന്ദ്ര മാനവ വിഭവശേഷി വികസന സഹമന്ത്രിയായും വിദേശകാര്യ സഹമന്ത്രിയുമായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ തന്റെ 3 പതിറ്റാണ്ടോളം നീണ്ട കരിയറിൽ കോഫി അന്നന്റെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ അണ്ടർ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ചു. ന്യൂയോർക്ക് ടൈംസ്, ദ വാഷിംഗ്ടൺ പോസ്റ്റ്, ഗാർഡിയൻ തുടങ്ങിയ അന്തർദേശീയ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി
കോളമിസ്റ്റായും ലേഖകനായും തരൂർ പ്രവർത്തിച്ചിട്ടുണ്ട്. നോവലുകളും ലേഖനങ്ങളുമായി 18 ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകങ്ങൾ നിലവിൽ തരൂരിന്റേതായിട്ടുണ്ട്. മറ്റ് കോൺഗ്രസുകാരിൽ നിന്ന് വ്യത്യസ്തനായി പുരോഗമനപരമായി ചിന്തിക്കുക, അത് തുറന്നു പറയുക എന്നത് തരൂരിന്റെ മാത്രം പ്രത്യേകതയാണ്. 4 വോട്ടിനായി നിലപാടുകൾ മാറ്റില്ല എന്നത് ഉറപ്പാണ്. രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും പറഞ്ഞത് ശരിയെന്ന് തോന്നിയാൽ അതും തുറന്ന് സമ്മതിക്കാനുള്ള മാനസിക വലിപ്പം തരൂരിന് മാത്രം സ്വന്തമാണ്. എന്നാൽ ആഗോള സമ്മതിയുള്ള തരൂർ മണ്ഡലത്തിൽ ചെലവഴിക്കുന്ന സമയം കുറവാണെന്നും തിരുവനന്തപുരത്തുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നുമൊക്കെ പരാതികളുണ്ട്. സാധാരണക്കാരുടെ പൾസറിയുന്ന പന്ന്യൻ രവീന്ദ്രനെയും വ്യക്തിഗത പ്രൊഫൈലിൽ തന്നോട് കിടപിടിക്കുന്ന BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയും എങ്ങനെ നേരിടുമെന്നത് അല്പം തലവേദന പിടിച്ച കാര്യമാണ്. മുമ്പത്തെ പോലെ തീരദേശ കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ കൂടെ നിർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് തരൂർ. പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ റെക്കോർഡ് വിജയം തന്നെ. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുകാർ തീരെ കേട്ടു പരിചയമില്ലാത്തൊരു പേരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നത്. അത്രയ്ക്ക് ഹൈ പ്രൊഫൈലുള്ള ഒരു വ്യക്തി. കേന്ദ്ര IT മന്ത്രി തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുന്നതിന്റെ എല്ലാ ആവേശവും ഗൗരവവും മണ്ഡലത്തിനുണ്ട്. രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അണിയും മുമ്പേ മികച്ച സംരംഭകനായും സാങ്കേതിക വിദഗ്ധനായും ഒക്കെ പേരെടുത്ത ആളാണ് രാജീവ്. BPL മൊബൈലിന്റെ മുതലാളി എന്ന നിലയിൽ പലരും അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാകും. ഗുജറാത്തിൽ ജനിച്ച രാജീവ് അമ്മയുടെ നാടായ കൊണ്ടയൂരിന്റെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാറുണ്ട്. നാട് ഏതാണെന്ന് ചോദിച്ചാൽ രാജീവ് അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഇങ്ങനെ പറയും: ബോൺ ഇൻ ഗുജറാത്ത് ബട്ട് മലയാളി, ഹൃദയത്തിൽ മലയാളി തന്നെയാണ്, ബട്ട് സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ എന്ന്. 2006-ൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനി സ്ഥാപിച്ച രാജീവ് 2014 വരെ അതിന്റെ ചെയർമാൻ ആയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, സുവർണ ന്യൂസ്, കന്നഡപ്രഭ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിന് കീഴിൽ വരുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ചെയർമാൻ എന്ന പദവി രാജിവെച്ചാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് മത്സരിച്ചത്. നിലവിൽ നൈപുണ്യ വികസന സംരംഭകത്വം, ജലശക്തി മന്ത്രാലയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രിയായ രാജീവ് കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. ഇന്റർനെറ്റിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സംസാരത്തിനും വേണ്ടിയുള്ള രാജീവിന്റെ പോരാട്ടം വിവര സാങ്കേതിക നിയമത്തിലെ ആർട്ടിക്കിൾ 66A റദ്ദാക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചു. പിന്നീട് 2014-ൽ സായുധ സേനയുടെ വോട്ടവകാശത്തിനായുള്ള രാജീവിന്റെ പോരാട്ടം സുപ്രീം കോടതിയിൽ വിജയം കണ്ടു. പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം വിളമ്പുന്ന ഔട്ട്ലെറ്റുകൾക്കെതിരായ നടപടി, 1 റാങ്ക് 1 പെൻഷൻ, കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ദേശീയ സഖ്യം തുടങ്ങിയ ആശയങ്ങളിൽ രാജീവ് നടത്തിയ ഇടപെടലുകൾ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. MP എന്ന നിലയിൽ 2G അഴിമതി പോലുള്ള ക്രമക്കേടുകൾ പാർലമെന്റിൽ ഉന്നയിച്ച ആദ്യ വ്യക്തി കൂടിയാണ് അദ്ദേഹം. മലയാളിയല്ലെന്ന ആക്ഷേപമാണ് എതിരാളികൾ രാജീവിനെതിരെ ഉന്നയിക്കുന്നത്. അതിനെ കൊണ്ടയൂർ സ്നേഹമെന്ന പരിചയ കൊണ്ട് മറികടന്നാലും തിരുവനന്തപുരത്തെ അണികൾക്ക് പോലും രാജീവിനെ അത്ര പരിചയമില്ലെന്നത് ഒരു വിലങ്ങുതടിയാണ്. 2014-ൽ O രാജഗോപാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തരൂരിനെ തോൽവിയുടെ വക്കിലെത്തിച്ചിരുന്നു. അന്ന് 15,000 സംതിങ് വോട്ടാണ് വിജയം കയ്യിൽ നിന്ന് കൊണ്ടുപോയത്. കുമ്മനം രാജശേഖരനാകട്ടെ BJPയുടെ വോട്ട് ശതമാനം ഉയർത്തി 3.5 ലക്ഷം വോട്ടുകൾ അദ്ദേഹം നേടിയിരുന്നു. ഇക്കുറി കേരളത്തിന്റെ തലസ്ഥാനം പിടിക്കേണ്ടത് BJPയുടെ അഭിമാന പ്രശ്നമാണ്. സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കണം, കേന്ദ്രമന്ത്രിയെ ഇറക്കി വിജയം പിടിക്കണം എന്നതൊക്കെയും അവരുടെ ലക്ഷ്യങ്ങളാണ്. അതിശക്തമായ ഗ്രൗണ്ട് വർക്ക് ഇതിനായി നടക്കുന്നുണ്ട്. വ്യാപകമായ ക്യാമ്പയിൻ ഉണ്ട്. അർബൻ നായർ വോട്ടുകളൊക്കെ രാജീവിനെ തുണയ്ക്കുമെന്ന് BJPക്ക് ഉറപ്പാണ്. തീരദേശ വോട്ടുകൾ കൂടി ഭിന്നിക്കാനിടയായാൽ വിജയം പിടിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. തരൂരിനെ വീഴ്ത്താൻ ഇതൊക്കെ മതിയാകുമോ അതോ പുതിയ തന്ത്രങ്ങൾ പലതും ഇറക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം.